ഏകദേശം ഒരു 1 hour കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ നമ്പറിലോട്ടൊരു വീഡിയോ, അതായത് മെയിലിൽ വന്നു. മെയിലാ മെസ്സേജാണെന്ന് അറിയില്ല. ഒരു ഹാഫ് ആൻ അവർ അല്ല, ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൾ വന്നു. ഒരു പെൺകുട്ടിയായിരുന്നു എടുത്തത്. അപ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ വന്നിട്ട് ശേഷം നമുക്ക് പിക്ക് ചെയ്താൽ മതിയല്ലോ. ഞാൻ പിന്നെ വിചാരിച്ചു ഫേക്ക് ആയിരിക്കും, അത് പോയി. ക്യാഷ് എന്തെങ്കിലും കൊടുത്തിട്ടില്ല, അപ്പോൾ ഞാനത് പോയി എന്ന് വിചാരിച്ചു. ഹായ് ആൾ, വെൽക്കം ബാക്ക്. സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറയാം, നമ്മൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ക്ലിക്ക് ബൈ തമ്പനയിലൊക്കെ വെച്ചിട്ട് 2000 രൂപ ഒരു അടിപൊളി പ്രൊഫഷണൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ. ആ ഒരു വീഡിയോയുടെ തമ്പനയിൽ പോലെ ഈ ഒരു വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ കാണരുത്. ഇതൊരിക്കലും ഒരു ക്ലിക്ക് ബൈ തമ്പനയിലായിട്ട് നിങ്ങൾ കാണരുത്. സോ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ നല്ല കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, 2-3 വീക്ക് മുമ്പ് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഷെയർ ചെയ്യുന്നത്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഞാൻ ആദ്യം നടന്ന സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. സോ ഒരു വഴിയുണ്ട്, ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഏകദേശം 3 ആഴ്ചകൾക്ക് മുമ്പ്, കറക്റ്റ് 3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ കാർത്തിക് സൂര്യ, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ, ഒരു ബ്ലോഗറാണ്. അപ്പോൾ കാർത്തിക് സൂര്യയുടെ ഒരു വീഡിയോ വന്നു. ഇപ്പോൾ ആളറിയാലോ, എപ്പോഴെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ വീഡിയോ ഇടുള്ളൂ. വീഡിയോ ഇട്ടു. സോ നോട്ടിഫിക്കേഷൻ വന്നു, ഞാൻ ഇരുന്ന് കാണൽ തുടങ്ങി. സോ വീഡിയോ ഇതായിരുന്നു. കാർത്തികേയൻ ഒരു പുതിയ ഡ്രോൺ വാങ്ങിച്ചല്ല, ഡ്രോൺ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ആ ഡ്രോൺ പറത്തുന്നതും ഓരോ വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യും കുറച്ച് നേരം. അത് വാങ്ങാനുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റിനോടൊക്കെ ഒരു താല്പര്യം കൊണ്ടാവാം അത് വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാവും. ആഗ്രഹമൊക്കെ ഒന്നും ക്യാഷ് ഒന്നും കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കും, എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മുടെ ക്രോമിൽ പോയിട്ട് ഫ്ലിപ്കാർട്ടിലോ അത് ആമസോണിലോ ഒന്നും കറക്റ്റ് ഓർമ്മയില്ല, ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തു മാവിക് നോട്ടിഫിക്കേഷൻ. ഓക്കെ, സൈലൻറ്റ്. അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ അല്ല, അപ്പോൾ ഇവിടെ പറഞ്ഞു നിർത്തി. ഞാൻ കയറി സെർച്ച് ചെയ്തു ഈ ഡ്രോണിന് എത്രയാണ് വില. അപ്പോൾ അങ്ങനെ 2-3 കിറ്റ്, ഒരു പ്രൊഫഷണൽ കിറ്റായിട്ടും പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ അറ്റക്കും അങ്ങനെയൊക്കെ വീഡിയോ, എൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കി. എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും ഞാൻ അങ്ങനെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി. ഓക്കെ, എന്തായാലും ഇപ്പോൾ 19,000 രൂപ, 50,000 മുകളിലാണ് തോന്നുന്നത് കറക്റ്റ് മാവിക് മിനിയുടെ പ്രൈസ്. മാവിക് മിനി 2 ആണ് കേട്ടോ തോന്നുന്നുണ്ട്. സോ എന്തായാലും അത് കഴിഞ്ഞു ഞാൻ നേരെ പിന്നെ യൂട്യൂബിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നേരെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറി. ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു സ്റ്റോറി ശ്രദ്ധിച്ചത്. ജസ്റ്റ് ഒരു സ്റ്റോറി. ആ സ്റ്റോറിയാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു മാവിക് മിനിയുടെ ഫോട്ടോ, ഞാനിവിടെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തു വെച്ചത്. സോ സ്റ്റോറി കണ്ടു. സ്റ്റോറി എന്ന് പറയണത് ഏതോ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, ഒരു അക്കൗണ്ട്. ഞാനത് എക്സ്പോസ് ചെയ്ത് കാണിക്കാം. ആ ഒരു അക്കൗണ്ട് കറക്റ്റ് നെയിം എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. സോ ഇതിന് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട്. സോ അത് ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്തു, ഷോപ്പിന് വന്ന് കൊടുക്കുമ്പോൾ നല്ലൊരു മാവിക് മിനിയുടെ ഫോട്ടോ, അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ എൻ്റെ പറ്റു 3x ഗിംബൽ എന്നൊക്കെ. പക്ഷേ അതിൻ്റെ പ്രൈസാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് ഞാനപ്പോൾ ആ ഒരു ഇതിലായിരുന്നല്ലോ, അതായത് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു ഇതിലായിരുന്നല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ, അതായത് 7,999 രൂപയുടെ സാധനം 599 രൂപയ്ക്ക്. പക്ഷേ ഇത് മാവിക് മിനിയാണ്. മാവിക് മിനിയുടെ അതേ പിക്ചറാണ്, മാവിക് മിനിയുടെ അതേ ഇതാണ് കൊടുത്തിട്ടുള്ളത്, ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. സോ എനിക്കിത് മനസ്സിലായി അപ്പോൾ തന്നെ ഫേക്ക് ആണെന്നുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഗോപ്രോയുടെ ഏതൊരു ബട്ടണിലുള്ള സംഭവം, ഗോപ്രോയുടെ അല്ല, ഇൻസ്റ്റയുടെ തോന്നുന്നുണ്ട്. ഇൻസ്റ്റാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാമറ ഉണ്ടല്ലോ, 360 ഡിഗ്രി. അപ്പോൾ ഒരു ബട്ടണിൽ ക്ലിപ്പ് ചെയ്യുന്നതിൻ്റെ കറക്റ്റ് മോഡൽ നെയിം എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ഇതുപോലെ യൂട്യൂബ് കണ്ടതിന് ശേഷം അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ അത് സെർച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനത് നേരെ ഇതുപോലെ ഈ യൂട്യൂബിലോട്ടല്ല, ഇൻസ്റ്റയിലോട്ട് വന്നപ്പോൾ ഇൻസ്റ്റയിൽ ഇതുപോലെ എനിക്കൊരു പരസ്യം കാണിച്ചിരുന്നു. ഏകദേശം അതിൻ്റെ പ്രൈസ് വന്നത് 2,999 രൂപയുടെ സാധനം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പ്രൈസ് നേരെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
അതായത് 699 രൂപ എങ്ങാണ്ട് വന്നു പ്രൈസ്. ഞാനത് അപ്പം തന്നെ ഓർഡർ ചെയ്തു. അന്ന് കുറച്ച് ക്യാഷ് കയ്യിലുള്ള ദിവസമായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ ഓർഡർ ചെയ്തു. ക്യാഷ് ഒരു 699 രൂപ അല്ലേ, പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്തിട്ട് ഏകദേശം ഒരു 1 hour കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ നമ്പറിലോട്ടൊരു അതായത് മെയിലിൽ വന്നു. മെയിലാ മെസ്സേജാണെന്നറിയില്ല. ഓക്കെ, ഓർഡർ കൺഫേം ആയിട്ടുണ്ടെന്ന രീതിയിൽ. ഓർഡറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡറിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. സോ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു. ഇവിടെ വന്നിട്ട് ശേഷം നമുക്ക് പിക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ അത് ഓർഡർ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ല, ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കോൾ വന്നു. കോള് ഹിന്ദിയിലായിരുന്നു സംസാരിച്ചത്. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷിലും സംസാരിച്ചിട്ട് എൻ്റെ ഇംഗ്ലീഷ് പിന്നെ പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടും ഒരു പെൺകുട്ടിയായിരുന്നു എടുത്തത്. അപ്പോൾ അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഓർഡർ കൺഫേം ആക്കില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്കത് മനസ്സിലായി. അപ്പോൾ ഓക്കെ ഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ചോദിച്ചു. അതായത് ഈ ഒറിജിനൽ ക്യാമറ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ ഒറിജിനലാണ്, സംഭവം അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. സോ ഞാൻ ഓർഡർ കൺഫേം ചെയ്തു. കോൾ വന്നത് എന്തിനാ വെച്ചാൽ ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവർ ഷിപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ഷിപ്പ് ചെയ്തതിന് മെസ്സേജൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഫേക്ക് ആയിരിക്കും, അത് പോയി, ക്യാഷ് എന്തെങ്കിലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനത് പോയി എന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്. സാധാരണ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഡെലിവറി ഒക്കെ ഉള്ള ഡേറ്റ് തന്നെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. അന്ന് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ഒരു വെഡിങ് വർക്ക് ഉണ്ടായിരുന്നു. സോ ആ വർക്കിന് പോവുകയാണോ വണ്ടിയുമായിരുന്നു ഞാനപ്പോൾ. എന്തായാലും ആ വണ്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് മലയാളിയാണ് വിളിച്ചത്. ഒരു ഓർഡർ ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു ചോദിച്ചു. സോ അപ്പോഴാണ് ഞാൻ ഓർത്തത് അതിനി ഫേക്കായി കഴിഞ്ഞാൽ എൻ്റെ അകത്ത് ആ 799 രൂപ പോകും. പിന്നെ ഞാൻ നാട്ടിലില്ല, ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിമേന്. സാധാരണ ഒരു പ്രൊഡക്റ്റ് ഞാൻ നാട്ടിലില്ലാത്ത സമയത്ത് വന്നല്ല, അതായത് ഞാൻ ഓർഡർ ചെയ്ത പിക്ക് ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നല്ലൊരു പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യലാന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കൊടുക്കാൻ പറയും, അവിടെ നിന്ന് ക്യാഷ് വാങ്ങിക്കാൻ പറയും, നമ്മളറിയുന്ന ആളാണ്. സോ അവരോട് പിക്ക് ചെയ്ത് വെക്കാൻ പറയും, ഞാൻ പിന്നെ പോയി കളക്ട് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യല് നാട്ടിലില്ലെങ്കിൽ. സോ ഇന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താലെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ എനിക്ക് വേറൊരു ചിന്ത എന്ന് വെച്ചാൽ 799 രൂപ വെറുതെ ഒരു ടോയ് പോലെ വല്ലതും ആണ് അതിൻ്റെ അകത്ത് നിന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് വെറുതെ 799 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഓൾറെഡി ക്യാൻസൽ ചെയ്താണ്, വെറുതെ തള്ളി വിട്ടു. അപ്പോൾ ഓക്കെ അവർ കട്ട് ചെയ്ത് വിട്ടു. പിന്നെ ഇതുപോലെ തന്നെ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് തന്നെ പിന്നെയും എനിക്കൊരു കോൾ വരികയാണ്. ഏകദേശം ഇതുപോലെ തന്നെ ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോൾ വരികയാണ്. ഒരു പെൺകുട്ടിയാണ് എടുത്തത്, ഹിന്ദിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഓർഡർ ക്യാൻസൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ അത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സോറി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട, ഞാൻ വാങ്ങിക്കില്ല, ഞാൻ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ആദ്യം മലയാളത്തിൽ പറഞ്ഞു. പിന്നെ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഒപ്പിച്ച് പറഞ്ഞു, എന്നിട്ട് ഫോൺ വെച്ചാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായി. സോ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ 2 അനുഭവങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടന്റ് നമ്മൾ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റാബേസ് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ആഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഫേക്ക് ആഡുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതൊന്നല്ല, ക്യാമറ വരെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ ഇതുപോലെ ആഡ് വരെ ഉണ്ട്, അതായത് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുള്ള ആഡ്, കറക്റ്റ് നമ്മുടെ സ്പാർക്കിൻ്റെ ആഡ്. ഓക്കെ, ഇതിൻ്റെ സൈറ്റ് നോക്കുമ്പോൾ സൈറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ. സൈറ്റിൻ്റെ പേര് വരുന്നത് ടോയ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഫസ്റ്റത്തത്. രണ്ടാമത്തേത് super.shop8myspot. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പോയി നോക്കിയാൽ ആ ഒരു സൈറ്റ് പോയി നോക്കിയാൽ പിന്നെ കാണത്തില്ല, ആ സൈറ്റ് ഉണ്ടാവില്ല അവിടെ. നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അവിടെ. ആ ഒരു സൈറ്റ് തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ ടോയ് സ്റ്റോർ എന്ന് അടിച്ചു കൊടുത്താൽ അവിടെ സൈറ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തിട്ടാണെങ്കിലും പിന്നെ ആ സൈറ്റ് അവിടെ കാണത്തില്ല. ഇതുപോലെ ആ ഒരേ ടൈമിൽ തന്നെ 2-3 സൈറ്റ് ഒരേ ലേ ഔട്ടിൽ ഒരേപോലെ തന്നെ ഉണ്ടാവും. സൈറ്റിൻ്റെ പേര് മാത്രം ഡിഫറൻസ് ഉണ്ടാവും, അതിലെ പ്രൊഡക്റ്റും ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് തന്നെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ റെക്കോർഡറായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡറായിട്ട് കാണിച്ചു തരാം, 2-3 എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ലൊരു അടിപൊളി പോസ്റ്റ്, നല്ല അടിപൊളി ഗെയിമിംഗ് സെറ്റപ്പിനൊക്കെ പറ്റിയ ടൈപ്പൊക്കെ ഉള്ള അസ്യൂസിൻ്റെ ഒക്കെ നല്ല PCs ഒക്കെ കാണാൻ പറ്റും. സോ നമ്മൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് തന്നെ വല്ല മോണിറ്ററോ അല്ലെങ്കിൽ നമ്മളെ കീബോർഡോ അല്ലെങ്കിൽ മൗസോ എന്തെങ്കിലുമാണ് ഈ പ്രൈസിനെന്ന് വിചാരിച്ചതാണ്. 33,000 രൂപയുടെ സാധനം എന്ന് പറയുന്നത് വെറും 2,999 രൂപ. നമ്മളുടെ ചന്തയിൽ ചെന്ന പോലെ
വെറുതെ പൊളിച്ചു കൊടുക്കുന്ന പോലത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇതൊക്കെ അവൈലബിൾ ആണ്. സോ ഈ സൈറ്റിൻ്റെ ഹോം പേജ് നോക്കി കഴിഞ്ഞാൽ അതിൽ പല കാറ്റഗറി ഉണ്ട്. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. ക്യാമറാസ്, അതുപോലെ തന്നെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സെർച്ച് ലിസ്റ്റ് വെച്ചിട്ടാണ് ഇത് വരുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ സെർച്ച് ചെയ്യാറുള്ളത്. ഇവിടെ ക്യാമറകൾ നല്ല ബ്രാൻഡിലുള്ള ക്യാമറകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു ലുമിക്സിൻ്റെ G എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാമറ, പിന്നെ സോണിയുടെ ക്യാമറ ഇതാക്കണം. ഇവിടെ കാനോണിൻ്റെ നമ്മുടെ 200D അല്ല 1500, അതായത് 1500D എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാമറ, അതിൻ്റെയൊക്കെ ക്യാമറ ഇവിടെ അവൈലബിൾ ആണ്. അതും വളരെ ചീപ്പ് റേറ്റ്, നിങ്ങൾക്ക് അവിടെ റേറ്റ് കാണാനായിട്ട് പറ്റും. ഇത് വാങ്ങിയാൽ എന്ത് വരും എന്ന് തമ്പുരാന് മാത്രം അറിയാം. എന്തായാലും നമുക്കൊന്ന് വാങ്ങി നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടി, നമുക്കൊന്ന് വാങ്ങി നോക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള സൈറ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് ഫേക്ക് സംഭവങ്ങളുണ്ട്. നമ്മളത് ഇത്ര പൈസ ഉള്ളല്ലോ എന്ന് എഴുതിയിട്ട് ഓർഡർ ചെയ്യും. അത് വരുന്നത് എന്താണെന്ന് നമുക്കല്ലാതെ അവർക്കല്ലാതെ ഒന്നും അറിയില്ല. എന്തും വരാം, അങ്ങനെ തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് വാങ്ങിക്കുമ്പോൾ എന്താ കിട്ടണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് വാങ്ങിക്കാം. ജസ്റ്റ് ചെറുതെന്തെങ്കിലും, അതായത് ഇങ്ങനത്തെ സൈറ്റ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ, ആഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിക്കാം. എന്താണ് വരിക എന്നുള്ളൊരു അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ്. അതായത് ഇത്തരം ക്യാഷിൻ്റെ ഒക്കെ സാധനങ്ങളിൽ ആഡ് കൊടുത്തതിന് ശേഷം അതിൻ്റെ പ്രൈസിങ് വളരെ വെട്ടിക്കുറച്ചിട്ട് നമ്മളത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. സോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൽ വരിക എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കാം. നിങ്ങളെല്ലാവരും കമൻറ്റ് അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് കുറച്ചധികം വ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ, കുറച്ചധികം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ലൊരു വ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10K വ്യൂസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം. എന്തായാലും ഇതുപോലെ ഫേക്ക് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ബുദ്ധി ഉപയോഗിച്ച്, നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തന്നാൽ അതിൽ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് DSLR ക്യാമറകൾ വരെ 200D അങ്ങനത്തെ കാനോണിൻ്റെ ഫേമസ് ആയിട്ടുള്ള ക്യാമറകൾ വരെ അതിൽ അവൈലബിൾ ആണ്. അതും വളരെ ചീപ്പ് റേറ്റിന്. അതാണ് 600 6,000 രൂപക്കൊക്കെ അതിൻ്റെ അകത്തൊക്കെ വളരെ ചീപ്പ് റേറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ അങ്ങനത്തെ സൈറ്റുകളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. സോ ഇങ്ങനെ ആഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ നിശ്ചയിൽ തന്നെ ഉണ്ട്. നിങ്ങളത് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ട് വാങ്ങിക്കാൻ നോക്കുക എന്താണ് നിങ്ങളേലും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ശേഷം റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോയെന്ന് ആദ്യം തന്നെ നോക്കുക. എന്തായാലും ഇങ്ങനത്തെ സൈറ്റിലൊന്നും ഉണ്ടാവില്ല, പിന്നെ ആ സൈറ്റേ കാണത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.